പൊതുവെ മനുഷ്യർ മടിയുള്ളവരാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കെപ്പോഴും ഒരു പുഷ്, ഒരു തള്ള് ആവശ്യമായി വരും. ഇതിനെ നമ്മൾ മോട്ടിവേഷൻ എന്നാണ് പറയാറുള്ളത്. മോട്ടിവേഷൻ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ മോട്ടിവേഷൻ, അതുപോലെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനം. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ബാഹ്യമായ പ്രചോദനം. ഇതിലേറ്റവും നിലനിൽക്കുന്നത് സ്ഥായിയായി നമ്മളെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ, അതായത് ആന്തരിക പ്രചോദനം എന്ന് പറയുന്നത്. ഒരാളെ ഇൻറ്റേർണലി മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നീഷൻ, സെക്കൻഡ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി. റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അംഗീകാരം. ആളുകളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുക, പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവുക, അഭിനന്ദിക്കാൻ തയ്യാറാവുക. അത് നമ്മുടെ ടീമിലുള്ള ആളാവാം, നമ്മുടെ കുടുംബത്തിലുള്ള ആളാവാം, മക്കളാവാം, വിദ്യാർത്ഥികളാവാം. നമ്മൾ ഇടപഴകുന്ന മേഖലകളിൽ ഉള്ള ആളുകളെ നമ്മൾ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ ആദ്യം നൽകേണ്ടത് റെക്കഗ്നീഷനാണ്, അംഗീകാരമാണ്. രണ്ടാമത് നൽകേണ്ടത് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം ഒരു വ്യക്തിയെ കൂടുതൽ പ്രചോദിതനാക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓഫീസിൽ തന്നെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയാണ് അവർക്ക് അതൊരു അംഗീകാരമായി മാറുന്നതും അതിലൂടെ അവർ സെൽഫ് മോട്ടിവേറ്റഡായി മാറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മോട്ടിവേഷൻ കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നീഷൻ, നമ്പർ ടു ഈസ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നൽകിക്കൊണ്ട്. അങ്ങനെ റെക്കഗ്നീഷനിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും നമുക്ക് മോട്ടിവേഷൻ നൽകാം, മോട്ടിവേറ്റഡ് ആവാം.